ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട ട്രെയിനികളെ. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ ഷീറ്റ് മെറ്റൽ ജോയിൻറ്റുകളെക്കുറിച്ചാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ജോയിൻറ്റുകളുടെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. അതിൽ ആദ്യമായിട്ട് ഫോൾഡിംഗ് ആൻഡ് ജോയിനിങ് അലവൻസ്. സ്വയം ഉറപ്പാക്കുന്ന ജോയിൻറ്റുകൾ അല്ലെങ്കിൽ സീമുകൾ ഉണ്ടാക്കുമ്പോൾ എഡ്ജുകളും സീമുകളും തയ്യാറാക്കുന്നതിനായി അധികം മെറ്റീരിയൽ വേണ്ടത് അത്യാവശ്യമാണ്. ഈ അധികമുള്ള മെറ്റീരിയലിനെ അലവൻസ് എന്ന് വിളിക്കുന്നു. ഈ അലവൻസ് പ്രോഡക്റ്റ് കറക്റ്റ് സൈസിൽ ഫിനിഷ് ചെയ്ത് തയ്യാറാക്കുന്നതിന് അത്യാവശ്യമാണ്. കൂടാതെ ജോയിൻറ്റുകളിലെ എഡ്ജുകളുടെ ബലം മെച്ചപ്പെടുത്താൻ വേണ്ടിയുമാണ്. അലവൻസ് വിള്ളലുകൾ അല്ലെങ്കിൽ ക്രമരഹിത വളവുകൾ ഒഴിവാക്കുന്നതിനും ആവശ്യമുള്ള ഫിനിഷ് ലഭിക്കുന്നതിനും വേണ്ടി അത്യാവശ്യമാണ്. ഈ അലവൻസ് ഫോൾഡ് ചെയ്ത എഡ്ജിൻ്റെ വിഡ്ത്തും മെറ്റലിൻ്റെ തിക്നെസ്സിനെയും ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ 0.4 mm അല്ലെങ്കിൽ അതിൽ കുറവോ ആയ കനം കുറഞ്ഞ ഷീറ്റിന് വേണ്ടി മെറ്റലിൻ്റെ തിക്നെസ് പരിഗണിക്കേണ്ടതില്ല. അലവൻസ് ഫോർ ഗ്രൂവ്ഡ് ജോയിൻറ്റ്സ് ഓർ സീംസ്. നമ്മൾ എഡ്ജുകൾ വിഡ്ത്ത് W ആയി മുകളിലേക്ക് മടക്കി ജോയിൻറ്റ് രൂപപ്പെടുത്തുന്നെങ്കിൽ അവസാനം പൂർത്തിയാക്കിയ ജോയിൻറ്റിൻ്റെ വിഡ്ത്ത് GWനേക്കാളും കൂടുതലാണ്. ഇത് കാണാൻ കഴിയും. അതായത് ഗ്രൂവിൻ്റെ ഫൈനൽ വിഡ്ത്ത് W+3T ഒരു മിനിമം വാല്യൂ ഉണ്ടായിരിക്കണം. T എന്നത് മെറ്റലിൻ്റെ തിക്നെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരു ഗ്രൂവ്ഡ് സീമിന് വേണ്ടിയുള്ള അലവൻസ് എന്നത് സീമിൻ്റെ വിഡ്ത്ത് പ്ലസ് ഷീറ്റിൻ്റെ 3 ഇരട്ടി തിക്നെസ് ആണ്. അടുത്തത് അലവൻസ് ഫോർ ഡബിൾ ഗ്രൂവ്ഡ് സീം ഓർ ജോയിൻറ്റ്. ഇത് ചിത്രം 2 കാണാം. അതായത് ക്യാപ്പിംഗ് സ്ട്രിപ്പ് അല്ലെങ്കിൽ കവറിംഗ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് ഫോൾഡ് ചെയ്ത എഡ്ജിൻ്റെ 2 ഇരട്ടിക്ക് തുല്യം അധികം മെറ്റൽ സൈസിൻ്റെ തിക്നെസ്സിൻ്റെ 4 ഇരട്ടിയുമാണ്. ഡബിൾ ഗ്രൂവ്ഡ് സീം അല്ലെങ്കിൽ ജോയിൻറ്റിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് അലവൻസ് ഫോൾഡ് ചെയ്ത എഡ്ജിൻ്റെ 4 ഇരട്ടിയും അധികം മെറ്റലിൻ്റെ തിക്നെസ്സിൻ്റെ 4 ഇരട്ടിയും ആയിരിക്കും. അടുത്തത് അലവൻസ് ഫോർ പാൻ ഡൗൺ ആൻഡ് നോക്ക്ഡ് അപ്പ് ജോയിൻറ്റ്സ്. പാൻ ഡൗണും നോക്ക്ഡ് അപ്പ് ജോയിൻറ്റുകളുടെയും സൈസ് നിർണ്ണയിക്കുന്നത് സിംഗിളായിട്ട് ഫോൾഡ് ചെയ്ത എഡ്ജിൻ്റെ വിഡ്ത്ത് വഴിയാണ്. P പാൻ ഡൗൺ ജോയിൻറ്റിൻ്റെ സൈസ് നിർണ്ണയിക്കുന്നു. ചിത്രം 3 നോക്കുക. K നോക്ക്ഡ് അപ്പ് ജോയിൻറ്റിൻ്റെ സൈസ് നിർണ്ണയിക്കുന്നു. ചിത്രം 4 നോക്കുക. അലവൻസ് ഫോർ P ഈക്വൽസ് 2W + 2T. അലവൻസ് ഫോർ K ഈക്വൽസ് 2W + 3T. എഡ്ജ് സ്റ്റിഫനിങ് ബൈ വയറിംഗ്. ഷീറ്റ് മെറ്റലിൻ്റെ എഡ്ജുകളിൽ ഉറപ്പും ബലവും ഉണ്ടാക്കുന്നത് എഡ്ജ് സ്റ്റിഫനിങ് എന്ന പ്രക്രിയ വഴിയാണ്. എഡ്ജ് സ്റ്റിഫനിങ് ചെയ്യുന്നത് താഴെപ്പറയുന്ന ഓപ്പറേഷനുകൾ വഴിയാണ്: വയറിംഗ്, ഹെമ്മിങ്, ഫ്ലാഞ്ചിങ്, കേളിംഗ്, ബെൻഡിങ്, ഗട്ടിങ്, റിബ്ബിംഗ് എന്നിവയാണ്. പർപ്പസ് ഓഫ് എഡ്ജ് സ്റ്റിഫനിങ്. 1. എഡ്ജുകളിൽ അധിക ബലവും ഉറപ്പും കൊടുക്കാൻ. വളയൽ, വിട്ടുപോകൽ, കൈകാര്യം ചെയ്യുമ്പോൾ തകരാറാകുക മുതലായവ തടയാൻ. 2. സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിന് ഷാർപ്പ് എഡ്ജുകൾ ഒഴിവാക്കാൻ. 3. ഇതുകൂടാതെ ഷീറ്റ് മെറ്റൽ വസ്തുക്കൾക്ക് ആലങ്കാരികമായ അപ്പിയറൻസ് ഇത് കൊടുക്കുന്നു. അടുത്തത് മെത്തേഡ്സ് ഓഫ് എഡ്ജ് സ്റ്റിഫനിങ് ബൈ വയറിംഗ്. സോളിഡ് വയറിങ്ങും ഫോൾസ് വയറിങ്ങും. സോളിഡ് വയറിങ്ങിൽ ഷീറ്റ് മെറ്റൽ എഡ്ജുകൾ വയറിന് ചുറ്റും ചുരുട്ടി വയറുകൾ യഥാസ്ഥാനത്ത് സ്ഥിരമായി വയ്ക്കുന്നു. ഇതിനെ പൊതുവെ സിമ്പിളായി വയറിംഗ് എന്ന് വിളിക്കുന്നു. ഫോൾസ് വയറിംഗ്. ഷീറ്റ് മെറ്റൽ എഡ്ജുകൾ വയറിന് ചുറ്റും ചുരുട്ടി അതിനുശേഷം ഫൈനൽ ഷേപ്പ് രൂപപ്പെടുത്തി വയർ എഡ്ജിൽ നിന്ന് നീക്കം ചെയ്ത് അതിനെ ഹോളോ ആയിട്ട് നിലനിർത്തുന്നു. ഷീറ്റ് മെറ്റലിൻ്റെ എഡ്ജ് നേരെയാണ് ചെയ്യുന്നതെങ്കിൽ രൂപപ്പെടുത്തുന്ന എഡ്ജിനെ സ്ട്രെയിറ്റ് വയേർഡ് എഡ്ജ് എന്ന് വിളിക്കുന്നു. ഷീറ്റ് മെറ്റലിൻ്റെ എഡ്ജ് കർവ് ചെയ്താണെങ്കിൽ രൂപപ്പെടുത്തുന്ന എഡ്ജിനെ കർവ്ഡ് വയേർഡ് എഡ്ജ് എന്ന് വിളിക്കുന്നു. കർവ് ചെയ്ത എഡ്ജുകളിൽ ഫോൾസ് വയറിംഗ് ചെയ്യാൻ കഴിയത്തില്ല.
അടുത്ത വയറിംഗ് അലവൻസ്. വയറിംഗ് അലവൻസ് എന്നൊന്നില്ല, പക്ഷേ വയർ ചെയ്ത എഡ്ജ് വയറിന് ചുറ്റും ചുരുട്ടാൻ അധികം നീളത്തിൽ അളവ് ഷീറ്റ് മെറ്റലിൽ കൊടുക്കുന്നു. വയറിംഗ് അലവൻസ് നിർണ്ണയിക്കുന്നത് താഴെ പറയുന്ന ഫോർമുല വഴിയാണ്. വയറിംഗ് അലവൻസ് ഈക്വൽസ് 2.5 into d plus t. ഇതിൽ d ഈക്വൽസ് ഡയമീറ്റർ ഓഫ് വയർ, t ഈക്വൽസ് തിക്നെസ് ഓഫ് ഷീറ്റ് മെറ്റൽ. വയറിംഗ് അലവൻസ് കൊടുത്തിരിക്കുന്നത് കൂടുതലാണെങ്കിൽ വയറിൻ്റെ ശരിയായ രൂപത്തിൽ രൂപപ്പെടുത്തില്ല. വയറിംഗ് അലവൻസ് കൊടുത്തിരിക്കുന്നത് കുറവാണെങ്കിൽ എഡ്ജിൻ്റെ അകവശത്ത് ഗ്യാപ്പ് കണ്ടെത്താം, കൂടാതെ വയർ കാണാനും കഴിയുന്നു. സാധാരണ വയറിൻ്റെ നീളം എഡ്ജിൻ്റെ നീളത്തിനേക്കാൾ ചെറിയ തോതിൽ കൂടുതലാണ്. വയറിന് ചുറ്റും ഷീറ്റ് മെറ്റലിൻ്റെ എഡ്ജ് രൂപപ്പെടുത്തുമ്പോൾ വയറിൻ്റെ എൻഡുകൾ ചേർക്കുന്നതിന് ഇത് ആവശ്യമാണ്. വയർ ചെയ്ത എഡ്ജ് ഫിനിഷ് ചെയ്ത ശേഷം അധികം വരുന്ന വയർ കട്ട് ചെയ്യുന്നു. അടുത്തത് മേക്കിംഗ് വയേർഡ് എഡ്ജ് എലോങ് എ കർവ്ഡ് സർഫസ് ബൈ ഹാൻഡ് പ്രോസസ്. ഹാൻഡ് പ്രോസസ് വഴി ഒരു കർവ് ചെയ്ത സർഫസിൽ കൂടി വയർ ചെയ്ത എഡ്ജ് ഉണ്ടാക്കുന്നു. കർവ് ചെയ്ത എഡ്ജിൽ വയർ ചെയ്യേണ്ട വയറിംഗ് അലവൻസ് ഷീറ്റ് മെറ്റൽ കൊണ്ടുള്ള ഒരു ഗേജ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ചിത്രം ഒന്ന് നോക്കുക. വയർ ചെയ്യേണ്ട എഡ്ജ് ഒരു ഹാച്ചറ്റ് സ്റ്റേക്കും ഒരു സെറ്റിംഗ് ഹാമറും ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി ഫ്ലാഞ്ച് 90 ഡിഗ്രി വരുന്നതുവരെ ബെൻഡ് ചെയ്യുക. ചിത്രം 2 നോക്കുക. എന്നിട്ട് ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്തിൻ്റെ പകുതി വരത്തക്ക വിധം അപ്സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ താഴോട്ട് ബെൻഡ് ചെയ്ത് വയറിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഫ്ലാഞ്ചിൽ കർവ് ഉണ്ടാക്കുക. ചിത്രം 3 നോക്കുക. ഒരു റൗണ്ട് റിങ് തന്നിട്ടുള്ള GI വയറിൽ നിന്ന് ആവശ്യമുള്ള ഡയമീറ്ററിൽ ഉണ്ടാക്കുക. ചിത്രം 3 നോക്കുക. വയറിൻ്റെ ജോയിൻ്റ് ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിൻറ്റിന് ഓപ്പോസിറ്റിൽ ആയിരിക്കേണ്ടതാണ്. GI വയർ റിങ് ഫ്ലാഞ്ചിൽ വയ്ക്കുക. ചിത്രം 4 നോക്കുക. ഒരു ക്രീസിംഗ് ഹാമർ ഉപയോഗിച്ച് വയറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു. ചിത്രം 5 നോക്കുക. ഒരു ഹാഫ് മൂൺ സ്റ്റേക്കും ഒരു മാലറ്റും ഉപയോഗിച്ച് വയറിംഗ് ഡ്രസ്സ് ചെയ്യുക. സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ കൃത്യമായ രൂപം ഒരു റൗണ്ട് മാൻഡ്രലും ഒരു മാലറ്റും വഴി റീഡ്രസ് ചെയ്യുക. അടുത്ത ഫോൾസ് വയറിംഗ്. എഡ്ജ് സ്റ്റിഫാക്കാനുള്ള രീതികളിൽ ഒന്നാണ് ഫോൾസ് വയറിംഗ്. വയർ ചെയ്ത എഡ്ജ് രൂപപ്പെടുത്തി അവസാനം എഡ്ജിൽ നിന്ന് വയർ നീക്കം ചെയ്ത് എഡ്ജിനെ ഹോളോ ആയിട്ട് ഉണ്ടാക്കുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് ഫോൾസ് വയറിംഗ്. വയറിംഗ് വഴിയുള്ള നേട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഫോൾസ് വയറിംഗ് താഴെ പറയുന്ന നേട്ടങ്ങൾ തരുന്നു. 1. ഉൽപ്പന്നത്തിൻ്റെ ചിലവ് കുറയ്ക്കുന്നു. 2. ഉൽപ്പന്നത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നു. ഷീറ്റ് മെറ്റൽ വസ്തുക്കളായ ട്രങ്കുകൾ, ബോക്സുകൾ മുതലായവയിൽ അടുത്തടുത്തുള്ള വശങ്ങളിലെ കോർണറുകളിൽ മാത്രം വയറിംഗ് ചെയ്യുന്നു. കൂടാതെ വയർ ചെയ്ത എഡ്ജിൻ്റെ ബാക്കി ഭാഗം ഹോളോ ആയിട്ട് നിലനിർത്തുന്നു. വശങ്ങൾ പൊസിഷനിൽ തയ്യാറാക്കാൻ ഇത് സഹായിക്കുന്നു. അടുത്തായി പഠിക്കാനുള്ളത് ഹെമ്മിങ്. ഷീറ്റ് മെറ്റൽ എഡ്ജുകൾ കനം കുറഞ്ഞതായതുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സുരക്ഷിതമല്ലാതാവുന്നു. ഇവ നൈഫ് എഡ്ജ് പോലെ ആയതിനാൽ പരിക്കുകൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് ഈ എഡ്ജുകൾ 150 ഡിഗ്രിയിൽ എഡ്ജ് ഫോൾഡ് ചെയ്ത് മൂർച്ചയില്ലാതാക്കേണ്ടതാണ്. ഷീറ്റ് മെറ്റൽ വളരെ കനം കുറഞ്ഞതിനാലും സ്റ്റിഫ്നെസ് ഇല്ലാത്തതുകൊണ്ടും കുറഞ്ഞ ബലം മൂലം എഡ്ജുകൾ ഡിഫ്ലക്റ്റ് ചെയ്യും. മുകളിൽ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് എഡ്ജുകൾ ഹെം ചെയ്ത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താം, രൂപം നിലനിർത്താം, സ്റ്റിഫ്നെസ് ഉണ്ടാക്കാം, കൂടാതെ നല്ല അപ്പിയറൻസ് കൂട്ടുകയും ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുത്താതെ ഇരിക്കുകയാണെങ്കിലും ഒരു ഹോളോ ചാനൽ ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്താൽ ഈ ഫോൾഡ് ചെയ്ത എഡ്ജ് കൂടുതൽ ബലമുള്ളതായിരിക്കും. സാധാരണ ഹെമ്മിങ് അലവൻസ് ഹെമ്മ് ചെയ്യേണ്ട ഷീറ്റിൻ്റെ കനത്തിൻ്റെ 3 മുതൽ 4 ഇരട്ടി ആയിരിക്കും. ഇത് മിനിമം 4 mm ആക്കിയിരിക്കുന്നു. ഹെമ്മിൻ്റെ വീതി കൂടുതലാണെങ്കിൽ ഹെം ചെയ്ത എഡ്ജുകളിൽ ചുളിവുകൾ രൂപപ്പെടുന്നു. ഒരു ഹെം ചെയ്ത ബോക്സിൻ്റെ ചിത്രം 2-ൽ കാണിച്ചിരിക്കുന്നത് നല്ല അപ്പിയറൻസ് ഉള്ളതും സുരക്ഷിതമായതും ബലമുള്ളതുമായ എഡ്ജുകളുള്ളതാണ്.
അടുത്ത ഡബിൾ ഹെമ്മിങ് ബൈ ഹാൻഡ് പ്രോസസ്. ഡബിൾ ഹെമ്മിങ് ചെയ്യുന്നത് 2 പ്രാവശ്യം മടക്കുന്നതിലൂടെയാണ്. സിംഗിൾ ഹെമ്മിങ്ങുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ബലം തരുന്നു. ഇത് പല വിധത്തിലുള്ള ഷീറ്റ് മെറ്റൽ വസ്തുക്കളായ സ്ക്വയർ, റെക്റ്റാങ്കുലർ, ട്രേകൾ പോലുള്ള വസ്തുക്കൾ എന്നിവയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ചിത്രം 1ഉം 2ഉം നോക്കുക. അടുത്ത എഡ്ജ് സ്റ്റിഫനിങ്. മാർക്കിംഗ് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഫോം ചെയ്യേണ്ട ബോഡിയിൽ ഹെമ്മിങ് എലവൻസ് മാർക്ക് ചെയ്യുക. ആൻവിൽ സ്റ്റേക്ക് വൈസിലോ ബെഞ്ച് പ്ലേറ്റിലോ ഫിക്സ് ചെയ്യുക. സ്റ്റേക്കിൻ്റെ എഡ്ജിൽ മാർക്ക് ചെയ്ത ലൈൻ ചേർന്ന് വരത്തക്ക വിധം ഏകദേശം 10 ഡിഗ്രിയിൽ ചരിച്ചു വെച്ച് ചിത്രം 1ൽ കാണുന്നത് പോലെ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുക. വർക്ക് പീസിൻ്റെ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി ഒരു ചെറിയ ഫ്ലാഞ്ച് രൂപപ്പെടുത്തുന്നതിനായി ഒരു സെറ്റിംഗ് ഹാമർ ഉപയോഗിച്ച് ക്രമമായി സ്ട്രൈക്ക് ചെയ്യുകയും റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുക. ചിത്രം 2 നോക്കുക. ഫോമിങ്ങിൻ്റെ പരിധി ചിത്രം 3ൽ കാണുന്നത് പോലെ ആംഗിളിൻ്റെ ചരിവ് ക്രമമായി കൂട്ടുക. ഹെം ചെയ്ത എഡ്ജ് ഒരു റൗണ്ട് മാൻഡൽ സ്റ്റേക്കും ഒരു മാലറ്റും ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുക. ചിത്രം 4 നോക്കുക. സിലിണ്ടറിൻ്റെ രൂപവ്യത്യാസം വന്ന ഭാഗം ഒരു റൗണ്ട് ഷേപ്പിലാക്കാൻ ഒരു മാലറ്റും റൗണ്ട് മാൻഡൽ സ്റ്റേക്കും ഉപയോഗിച്ച് പ്രസ് ചെയ്യുക. സിലിണ്ടറിക്കൽ ബോഡിയുടെ റൗണ്ട്നെസ്സും ഫ്ലാഞ്ചിനും വേണ്ടിയുള്ള അലവൻസും ചെക്ക് ചെയ്യുക. കോപ്പർ സ്മിത്ത് സ്റ്റേക്ക് ബെഞ്ച് വൈസിലോ ബെഞ്ച് പ്ലേറ്റിലോ ശരിയായി ഉറപ്പിക്കുക. ഫ്ലാഞ്ചിങ് അലവൻസ് ഗൈഡ് ലൈൻ ആയിട്ട് ചിത്രം 5ൽ കാണുന്നത് പോലെ സ്റ്റേക്കിൽ വെച്ച് മാർക്ക് ചെയ്യുക. സ്റ്റേക്കിൻ്റെ സ്ട്രൈറ്റ് എഡ്ജിൽ ചേർന്ന് നിൽക്കുന്ന വിധം ഫ്ലാഞ്ച് ചെയ്യുന്നതിന് വേണ്ടി സിലിണ്ടറിലെ മാർക്ക് ചെയ്ത ലൈനിൽ വരത്തക്ക വിധത്തിൽ സിലിണ്ടർ ഹോൾഡ് ചെയ്യുക. ചിത്രം 6 നോക്കുക. ചിത്രം 1ലെ പോലെ സിലിണ്ടർ പൊസിഷൻ ചെയ്ത് ഫിനിഷിംഗ് ഹാമറിൻ്റെ ഫ്ലാറ്റ് ഫേസ് ഉപയോഗിച്ച് മെറ്റലിനെ സ്ട്രൈക്ക് ചെയ്യുക. ഒരു കൈകൊണ്ട് സിലിണ്ടറിൻ്റെ ബോഡി തിരിക്കുക. ഫ്ലാഞ്ച് ബെൻഡ് ചെയ്ത് 90 ഡിഗ്രി ആകുന്നതുവരെ ബെൻഡിങ്ങിൻ്റെ ആംഗിൾ ക്രമമായി കൂടുന്ന വിധത്തിൽ ഫിനിഷിംഗ് ഹാമർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുക. ചിത്രം 7 നോക്കുക. Alright, here we are with another one of these metalworking videos. To a lot of thanks to Ron Nada for sharing something about doing wire edges. He had a nice dolly that was machined out. I'm looking for. He had something like this that was actually machined out a notch, and me being sort of cheap and easy, took the easy way out. And I had a square block of steel, and I had a couple pieces of angle iron. So rather than milling something out to that shape, I just welded pieces of angle onto the block, and then I shaped it, this for long straight, and then this for getting into the corners when you're doing wire edges. I'll show you how this works. The other thing I'm going to use is a Martin body hammer. I like using this face to start it, and I'm going to be using my tenner's hammer. The first thing I did was to bend this edge up 90 degrees on the sheet metal brake. There's lots of ways you could do this. You could do this with a pair of tongs. You could beat it over the end of a nice steel bench. You could clamp it between a couple pieces of angle iron and hammer it over. Any way to get that 90 degree, there's probably 100 ways to do that. The length of this should be 2.5 times the diameter of your rod you're going to put in, or your wire. And I'll show you how this works, all by hand. That's the whole idea of this particular video, is to show you how to do this by hand. Need actually works better on a steel bench where you've got something to slide across. But this will work. You're going to use this to hold right up against your steel rod, your wire, and you're going to start it by just sliding. Put your hammer on an angle and just sliding it across the table so that you're knocking this over. So your angle is maintained the whole time while you're doing this. So you come back again for a second pass, and
and just slide it right over it. When you get to this point, now you're still using your dolly to hold this in. You can come all the way over to flat. And I'd like to go ahead and capture the end of the wire just a little bit. So that end's captured. You can come down here, you can do the same thing. Knock the wire back here just a little bit. Alright, so we're going to do the same thing back here. Work it nice and slow. Once you get to this point, now you've got your wire captured. You've got your wire captured in there. Alright, I'm going to hold it for you nicely. And now you can just continue that sliding the hammer across the table. Work your way slowly across there, increase your angle as you come across. You're not hitting down on it yet. You're just sliding the hammer across so that it kind of wipes that piece over to about that much of an angle. And now you can start hitting down on it. So you work your way down. Alright. Now you can start angling over a little bit more so you can actually capture your wire. And at this point, going farther than this is deep, so you're going to have to stay ahead of it with your dolly just a little bit. Okay. Now you're up to this point, and you can start hammering in like this. And again, you're being careful. You're actually catching the table and your metal at the same time, because you don't want to be hitting out here. By letting it hit the table, you're stopping it before it hits your piece of flat part of the metal that you're trying to protect. Okay. So now we're at that point. Okay. Maybe how well you can see how far that's turned over. The next part, if you want to try to protect the piece that you're working with here, you can put a sacrificial piece of metal up here. And now I'm going to switch to my tender's hammer, and I'm going to use the set down edge, and I'm just going to slowly work across that. Now you're tucking your wire, your piece all the way around the wire. Hopefully you can see that. That didn't take long to do, and now you've got a nice wire edge tucked, and your outside actually rounds over pretty nicely. You would think that 90-degree bend that you did in there would create a square edge, but it really doesn't. And you can dress it up. You can take your hammer, and actually, if it's a little too square for you, you can dress the edge up. Just working very slowly, very easily, so you don't put dents in it. But there's an easy way to do a wire edge completely with hand tools. No turning machines necessary. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കുന്നതിനായി
ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക. താങ്ക് യു.